പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ലീഡർഷിപ്പിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷനെ കുറിച്ചുമാണ്. അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് നമുക്കത് അത്യാവശ്യം നന്നായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമ്മളുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. നമുക്ക് നോക്കാം എന്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. മലയാളത്തിൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആശയവിനിമയ തടസ്സങ്ങൾ എന്നുള്ളതാണ്. ആശയവിനിമയ തടസ്സങ്ങൾ. അപ്പോൾ എന്താ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വി ഗെറ്റ് ആൻ ഐഡിയ എന്തായിരിക്കും ആശയവിനിമയ തടസ്സങ്ങൾ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ആശയം നമുക്ക് കിട്ടും. എന്നിരുന്നാലും നമുക്ക് നോക്കേണ്ടത് അതിനെക്കുറിച്ച് അല്പം ഡെപ്തായിട്ട് നമുക്ക് നോക്കണം. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഈ ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആശയങ്ങൾ നല്ല രീതിയിൽ കൺവേ ചെയ്യപ്പെടാത്തത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഈ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഉദാഹരണം നമുക്ക് വളരെ നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് വളരെ പരിചയമായിട്ടുള്ള ഉദാഹരണമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ടൂർ പോകുന്നു, സ്റ്റഡി ടൂർ പോകുന്നു. അത് കൽക്കട്ടയിലേക്ക് പോയതായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നത്. സോ ദ സ്റ്റുഡൻസ് വെന്റ് ഫോർ സ്റ്റഡി ടൂർ ടു കൊൽക്കത്ത. ഇപ്പോൾ കൊൽക്കത്തയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ പൊതുവെ സംസാരിക്കുന്ന ഭാഷ എന്തായിരിക്കും? ബംഗാളി ഭാഷയായിരിക്കും, അല്ലേ? അപ്പോൾ അവിടെ ബസ് ചെന്നിറങ്ങി. അവിടെ നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി കയറാൻ പറഞ്ഞു. ബസ് പോയി ടൂർ പാർട്ടിയുടെ ബസ് അകന്നു പോയി, ഓടിച്ചു പോയി. ഈ കുട്ടിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കയറാൻ പറ്റിയില്ല. ജിൻഡോ എന്നാണ് കുട്ടിയുടെ പേര്. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുക്കുന്ന പേര് ജിൻഡോ എന്നാണ്. അപ്പൊ ജിൻഡോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, വണ്ടിയിലേക്ക് കയറാൻ പറ്റിയില്ല. സ്വാഭാവികമായിട്ടും പാനിക്ഡ് ആവും, അല്ലെ? ജിൻഡോ ഉറക്കെ ഇത് അവിടെ നാട്ടുകാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ബംഗാളി ഭാഷ മാത്രമേ അറിയുള്ളൂ, ജിൻഡോയ്ക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവിടെ പോലീസുകാരനുണ്ടായിരുന്നു. പോലീസുകാരനോട് വേണമെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഹിന്ദിയിലോ ചോദിക്കാൻ പറ്റും. പക്ഷെ പോലീസുകാരനായതുകൊണ്ട് ജിൻഡോയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ധൈര്യവും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ ജിൻഡോടൊന്ന് വിഷമിക്കുന്ന സമയത്താണ് ദൂരെ വണ്ടി പോകുന്നത് ജിൻഡോ കാണുന്നത്. പക്ഷേ ഉറക്കെ വിളിച്ചു. പക്ഷെ എന്താ കാര്യം, ഒരു വലിയ തിരക്കുള്ള സ്ട്രീറ്റിൽ ഒരു വണ്ടി ദൂരെ നിന്ന് പോകുന്നത് നമ്മൾ ഇവിടുന്ന് ഒച്ച ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കേട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായി അവിടെ ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് നിത്യജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യം. ഇത്തരം രീതിയിലുള്ള ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നിത്യജീവിതത്തിൽ ധാരാളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ തടസ്സങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനം പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് പലപ്പോഴും ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ 5 തരത്തിലുള്ള ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്. നമ്മുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് ലാംഗ്വേജ് ബാരിയർ എന്നാണ് പറയാം. രണ്ടാമത്തത് സൈക്കോളജിക്കൽ ബാരിയർ. മൂന്നാമത് ഫിസിയോളജിക്കൽ ബാരിയർ. നാലാമത്തെ ഫിസിക്കൽ ബാരിയർ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണുന്നതാണ് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള 5 തരം ബാരിയേഴ്സ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനകത്ത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മൾ ചെയ്യുന്നു. നമുക്ക് ഇത് ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് പ്രത്യേകം എടുത്ത് പരിശോധിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയമല്ല, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നുള്ളൂ. ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ചിത്രം നമ്മൾ എല്ലാവരും സിനിമ കാണുന്നവർക്കൊക്കെ വളരെ അറിയാവുന്ന ലാംഗ്വേജ് ബാരിയേഴ്സിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ചിത്രം. ഇവിടെ സംസാരിക്കുന്ന ആള് ഹിന്ദിയിൽ ചോദിക്കുകയും അവിടെ നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിക്കുന്ന നിശ്ചൽ എന്ന കഥാപാത്രത്തിന് ഹിന്ദി അറിയുകയും ചെയ്യുന്നില്ല.
അപ്പോൾ അവിടെ അതിന്റെ ഫലമായിട്ട് അദ്ദേഹം മർദ്ദനമേൽക്കുന്ന ഒരു വളരെ സിനിമയിലെ വളരെ രസകരമായിട്ടുള്ള ഒരു സീൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കെലിക്കം എന്നുള്ള സിനിമയിൽ നിന്നുള്ളൊരു രംഗമാണ് നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇതൊരു ഐക്കോണിക് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സീനായിട്ട് മാറിയിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പോൾ ആ സീനുമാണിത് എല്ലാവരും നമ്മളെപ്പോഴും അത് ശരിക്കും നമുക്ക് നിങ്ങൾ എപ്പോഴും വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് അതൊരു ലാംഗ്വേജ് ബാരിയസിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ എന്താണ് ലാംഗ്വേജ് ബാരിയർ നമുക്ക് നോക്കാം. ബാരിയർ എന്നുള്ള വേലി എന്നൊക്കെ അല്ലെ, തടസ്സം അല്ലെങ്കിൽ ഭിത്തി എന്ന അർത്ഥം, ഒരു തടസ്സം ഉണ്ടാകുകയാണ്. അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ ഈ കാര്യം തന്നിരിക്കുന്നത് പേജ് 77 അപ്പൊ നമ്മൾ അതും കൂടെ ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് അതും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്? ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി മേ ആക്ട് ആസ് എ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. However, even when communicating in the same language, the terminology used in a message may act as a barrier if it is not fully understood by the receiver. For example, a message that includes a lot of specialist jargon and abbreviations will not be understood by a receiver who is familiar with the terminology. Okay, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയവിനിമയമാണ് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജ് ബാരിയേഴ്സ് എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആശയവിനിമയ തടസ്സമാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള ശേഷികൾ നടത്തും. ഭാഷാപരമായിട്ടുള്ള ശേഷികൾക്കാണ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി എന്ന് പറയുക. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ കർണാടകത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ കൊറിയയിലോ ചൈനയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ചെയ്യാവുന്ന ഒന്നാമത്തെ ഇതാണ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി. അവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വി വിൽ നോട്ട് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം. ഓക്കെ, അല്ലെ, നമ്മൾ ഇന്ത്യയിലാണ് ഇന്ത്യ ഏറ്റവും ക്രേസിയ സിറ്റുവേഷൻ. നമ്മുടെ ഇന്ത്യ ഒറ്റ രാജ്യമാണെങ്കിലും ഓരോ സംസ്ഥാനത്തും വേറെ വേറെ ഭാഷയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ഫോർ അസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി നേറ്റീവ് പോപ്പുലേഷൻ. അത് അവിടുത്തെ നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾക്ക് ചൈന നമ്മുടെ അയൽ രാജ്യം, നമുക്ക് അവിടുത്തെ ഭാഷ ചൈനീസ് ഭാഷ നമുക്കറിയില്ല. ശ്രീലങ്കയിൽ സിംപിളീസ് ഭാഷയാണ്. അപ്പോൾ പാകിസ്ഥാനിൽ പക്ഷേ ഉറുദു ആയതുകൊണ്ട് കുറെ കൂടി ഹിന്ദി അറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ലോകത്തിന്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അവരുടെ സ്വന്തമായിട്ടുള്ള ഭാഷകൾ ഉണ്ട്. ഫ്രഞ്ച് ഒക്കെ, അപ്പോൾ ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഷ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയും പ്രശ്നമാണ്. ചില ആൾക്കാർക്ക് പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ നഗരങ്ങളിൽ അവിടുത്തെ ആൾക്കാർക്ക് സ്വാഭാവികമായും 4-5 ഭാഷകളൊക്കെ എല്ലാവർക്കും അറിയാം. സ്വന്തം ഭാഷയുണ്ട്, കന്നഡ ഉണ്ടാവും, പിന്നെ ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത കാസർഗോഡ് തൊട്ടപ്പുറത്തുള്ള മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത്, മാംഗ്ലൂർ എന്ന് പറയും, അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് വെച്ചാൽ അവർ ഒരുപാട് ഭാഷ അവിടെയുള്ള സംസാരിക്കും. 4-5 ഭാഷകൾ അവിടെയുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ ഇതിന്റെയൊക്കെ ഗുണം എന്താ? അപ്പൊ അങ്ങനെയുള്ള അതിന് ലിംഗ്വിസ്റ്റിക് എബിലിറ്റി എന്ന് പറയാം. വിവിധ ഭാഷകളിൽ സംസാരിക്കാനുള്ള കഴിവ്. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഫ്രഞ്ചോ സ്പാനിഷോ ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് ഒരു ഭാഷ മാത്രമേ അറിയൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമുണ്ടോ? ആ ഭാഷ അറിയാത്ത ഒരാളുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ അത് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയാം. അത് മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. നമ്മുടെ ഇത്തരം കഴിവുകൾ മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. നമ്മളിപ്പോൾ സെയിം ഒരേ ഭാഷ, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏത് ഭാഷ, ജർമ്മൻ, ഫ്രഞ്ച്, ഏത് ഭാഷ ആയിക്കോട്ടെ, ആ ഭാഷയിൽ തന്നെ രണ്ടു കൂട്ടർ തമ്മിൽ സംസാരിക്കുമ്പോഴും നമുക്ക് എന്തുണ്ടാവാം? ഭാഷാപരമായിട്ടുള്ള തടസ്സങ്ങൾ, ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഒരുപാട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സാധാരണ കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല വല്ല പണ്ഡിതന്മാർ സംസാരിക്കുന്നത്. എപ്പോഴും ഓർമ്മയുള്ള ഉദാഹരണം ഡോക്ടർ സുകുമാർ അഴീക്കോട്, നിങ്ങൾ അറിയാം, തൃശ്ശൂരാണ്. അദ്ദേഹം കുറെ കാലം ജീവിക്കുകയും മരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒരുപാട് വലിയ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. അതുപോലെ തന്നെ പല ആൾക്കാരുടെയും വലിയ പ്രാസംഗികരുടെ, ഇപ്പൊ നമ്മുടെ ശശി തരൂരിന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ എന്താ പറയാ, വലിയ പദങ്ങളൊക്കെ ഉപയോഗിക്കും. ഓക്കെ, അതൊരു പ്രശ്നമാണ്. കാരണം അത് എല്ലാവർക്കും, ഇപ്പൊ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പോലും
അതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മളോട് ഒരു സയന്റിസ്റ്റ് സംസാരിക്കുകയാണ്, അയാളുടെ ഒരു മാത്തമാറ്റീഷ്യൻ സംസാരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസിനകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ മേഖലയുമായിട്ട് പരിചയപ്പെടാനില്ലാത്ത ആളുകൾക്ക് എന്തുണ്ടാവും, സംഭാഷണം മനസ്സിലാക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കീർണമായിട്ടുള്ള അതിനുള്ള ജാർഗൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സങ്കീർണമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആശയവിനിമയത്തിന് തടസ്സമുണ്ടാവും. അപ്പൊ പിന്നെ അതാണ് ഇതൊക്കെയാണ് നമ്മൾ ലാംഗ്വേജ് ബാരിയേഴ്സ് പറയുന്നത്. ഒന്ന് ഭാഷ, മറ്റേ പൊതുവായ ഭാഷ അറിയാതിരിക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഒന്നിലധികം ഭാഷ അറിയാതിരിക്കുക ഒക്കെ നമുക്ക് ലാംഗ്വേജ് ബാരിയർ ആയിട്ട് മാറും. രണ്ട്, ഒരേ ഭാഷ തന്നെ സംസാരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ടെർമിനോളജി, വലിയ പദങ്ങൾ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്ദേശത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ സ്പെഷ്യലിസ്റ്റ് ജാർഗൻ എന്ന് പറയും, അത് ആ മേഖലയിലുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന പദങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പേരുകളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടം ആയതുകൊണ്ട് ആളുകൾ ഒരുപാട് അബ്രീവിയേഷൻസ് ഉപയോഗിക്കും. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്താ ഉദ്ദേശം മനസ്സിലായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് LOL, LOL എന്നുള്ള ഉപയോഗിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അറിയാതെ നമുക്കത് എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. നമ്മൾ മെസ്സേജ് അയച്ചാൽ മറുപടി ആയിട്ട് LOL എന്ന് വന്നു, എന്താണിത് എന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവിടെ അത് ഒന്നും മനസ്സിലായില്ല. അല്ലെങ്കിൽ IMO എന്നൊക്കെ ഇപ്പോൾ ആൾക്കാർ എഴുതും, ഇൻ മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇൻ മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ IMHO. അപ്പൊ അത് അങ്ങനെയൊക്കെ ആളുകൾ ഇപ്പോൾ എഴുതും. അപ്പൊ അതൊക്കെ ഒരു ഇപ്പോഴത്തെ രീതിയാണ്, പുതിയ കാലഘട്ടത്തിലെ ഒരു രീതിയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ എങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. ഈ വിധത്തിൽ നമുക്ക് ഉണ്ടാവുന്ന സംഭാഷണത്തിൽ ആശയവിനിമയ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറയുന്നു. അടുത്തതാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സിന്റെ മലയാളം മാനസിക തടസ്സങ്ങൾ എന്നാണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സിന്റെ മലയാളത്തിൽ എന്താ പറയാ, മാനസിക തടസ്സങ്ങൾ എന്ന് പറയും. എന്താണെന്ന് നോക്കാം, അപ്പോൾ ടെക്സ്റ്റുള്ള കൂടെ നമുക്ക് നോക്കാം, അതിനുശേഷം നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ the psychological state of communication will influence how the message is sent, received, and perceived. For example, if someone is under stress, they may be preoccupied with the personal concerns. They will not be able to receive the message correctly. Anger is another example of a psychological barrier to communication. When we are angry, there can be flaws in our communication. It is not easy to say things which may regret, which we regret when we are angry. There may be flaws in our communication. It is easy to think that we may regret later and misinterpret what others say. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലെ 77ാമത്തെ പേജിൽ തന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നവരുടെ മാനസിക നില, സന്ദേശം എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അയക്കപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നത് എന്നിവയെ സ്വാധീനിക്കും. ഉദാഹരണമായി, ഒരു വ്യക്തി മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്ത് അവൾ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ സന്ദേശം ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ദേഷ്യം എന്നത് മാനസികമായ ആശയവിനിമയ തടസ്സത്തിന് മറ്റൊരു ഉദാഹരണമാണ്. നാം ദേഷ്യപ്പെട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നടത്തുന്ന ആശയവിനിമയങ്ങൾ കുഴപ്പങ്ങൾ സംഭവിക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ പിന്നീട് നാം ഖേദിക്കാനിടയാവുന്ന കാര്യങ്ങൾ പറയാനും മറ്റുള്ളവർ പറയുന്ന തെറ്റായി വ്യാഖ്യാനിക്കാനും എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇംഗ്ലീഷും അതിന്റെ മലയാളമായിട്ടുള്ള ട്രാൻസ്ലേഷൻ. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് നമ്മുടെ മാനസികാവസ്ഥ വളരെ പ്രധാനമാണ്. ഓക്കെ, നമ്മുടെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ്, നമ്മൾ സന്ദേശം അയക്കുകയോ സന്ദേശം സ്വീകരിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ ആ സന്ദേശത്തെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഫോർ എക്സാമ്പിൾ സമ്മൺ ഈസ് അണ്ടർ സ്ട്രെസ്, നമ്മൾ വളരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ആലോചിക്കും. വി ആർ പ്രിയോക്യുപ്പൈഡ് വിത്ത് അവർ പേഴ്സണൽ തിങ്സ്. നമ്മൾ അതുപോലെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് കിട്ടുന്ന സന്ദേശത്തെ നമുക്ക് വി മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പ്രോപ്പർലി. നമുക്കത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് അപ്പോഴത്തെ നമ്മുടെ മാനസികമായിട്ടുള്ള തോന്നൽ ആ സന്ദേശത്തെ മനസ്സിലാക്കുന്നത് വളരെയധികം സ്വാധീനിക്കും എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. പിന്നെ വേറെ, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ആങ്കർ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് സൈക്കോളജിക്കൽ ബാരിയർ. പരീക്ഷ ചോദിക്കും, സൈക്കോളജിക്കലായിട്ടുള്ള ആശയവിനിമയത്തിൽ സൈക്കോളജിക്കലായിട്ടുള്ള
ആശയവിനിമയ തടസ്സത്തിന് ഉദാഹരണം പറഞ്ഞിട്ട് ആങ്കർ എന്ന് നമുക്ക് എഴുതാം, സ്ട്രെസ് എന്നൊക്കെ നമുക്ക് എഴുതാം. കാരണം വെച്ചാൽ നമ്മൾ ഭയങ്കര ദേഷ്യത്തിരിക്കുന്ന സമയത്ത് നമ്മൾ വായ തോന്നിയൊക്കെ വിളിച്ച് പറയും. അത് പിന്നീട് നമുക്ക് എന്തുണ്ടാവും, ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ സാധാരണഗതിയിൽ മാനസികമായിട്ട് വളരെ റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത്, നല്ലതായി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല നമ്മൾ ദേഷ്യം വരുന്ന സമയത്തോ അണ്ടർ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തോ പറയുക. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ നമ്മൾ ആശയവിനിമയങ്ങൾ പരമാവധി ഒഴിവാക്കണം. If you are angry, if you are under stress, then try to minimize your communications. കാരണം വെച്ചാൽ ആ സമയത്ത് we tend to say or do things which we may regret later. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കും. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്. നമ്മളുടെ മാനസികാവസ്ഥ നമ്മൾ ആശയവിനിമയ രീതിയെ വളരെയധികം സ്വാധീനിക്കും എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കമ്മ്യൂണിക്കേഷൻ ബാരിയറിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് കാര്യം. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വിൽ ഇൻഫ്ലുവൻസ് ഹൗ ദ മെസ്സേജ് ഇസ് സെൻഡ്, റിസീവ്ഡ് ആൻഡ് പെർസീവ്ഡ്. നമ്മുടെ മാനസികാവസ്ഥ സ്വാധീനിക്കും. നമ്മൾ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഈ മൂന്ന് കാര്യങ്ങളെയും നമ്മൾ എന്ത് സ്വാധീനിക്കും, നമ്മുടെ മാനസികാവസ്ഥ സ്വാധീനിക്കും. സ്ട്രെസ്, ആങ്കർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് സൈക്കോളജിക്കൽ ബാരിയർ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം നടത്താം, ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം നടത്താം. ഇതൊക്കെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമാണ്. എന്ത് സംഭവിക്കാം, നമുക്ക് കിട്ടിയ മെസ്സേജിന് നമ്മൾ മിസ്റെപ്രസെന്റേഷൻ, നമ്മൾ മനസ്സിലാക്കുന്ന തെറ്റായ രീതിയിലായി പോകാം. ദേഷ്യത്തിലൊരു മെസ്സേജ് അയച്ചു, ചിലപ്പോൾ തെറ്റായ മെസ്സേജ് അയക്കാൻ, ഫോൾട്ടി മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന, സ്ട്രെസ് അയക്കുന്ന സമയത്ത് നമ്മളോട് ഒരാൾ കാര്യം പറയുന്നത് നമുക്ക് മര്യാദയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്താണെന്ന് നോക്കാം. ഫിസിയോളജിക്കൽ ബാരിയേഴ്സിന് ശാരീരികമായിട്ടുള്ള ആശയവിനിമയ തടസ്സം, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആശയവിനിമയ തടസ്സങ്ങളെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, നമുക്ക് ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് may result from the receiver's physical state. For example, a hearing impaired receiver may not grasp the spoken conversation, especially if there is a significant background noise. അതാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. റിസീവറുടെ ശാരീരിക അവസ്ഥ ആശയവിനിമയ തടസ്സത്തിന് കാരണമാകുന്നു. ഉദാഹരണമായി, ശേഷിക്കുറവുള്ള പ്രേക്ഷകൻ ആളുകളുമായി സംസാരിക്കുന്നതിന് മനസ്സിലാക്കുന്നത് എളുപ്പമായിരിക്കില്ല, പ്രത്യേകിച്ച് പശ്ചാത്തലത്തിൽ സാരവത്തായ അളവിൽ ബഹളമുള്ളപ്പോൾ. ഉദാഹരണത്തിന്, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ട് പ്രശ്നമുണ്ട്, ഇപ്പോൾ ചെവി കേൾക്കാൻ പ്രയാസമുള്ള, അല്ല കാഴ്ചയില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു സന്ദേശം അയക്കൽ, സ്വീകരിക്കൽ, മനസ്സിലാക്കൽ എന്നിവ കൂടുതൽ പ്രയാസകരമായിരിക്കും. ഇപ്പോൾ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള, കേൾവിശേഷിക്ക് പ്രശ്നമുള്ള ഒരാൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സിനിമകളിലൊക്കെ ഒരു വലിയൊരു കാര്യമാണ് ഈ ചെവി കേൾക്കാത്ത ആൾക്കാരെയൊക്കെ കളിയാക്കുന്നത്, അല്ലെ? ഉറക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് അല്ല അവർ കേൾക്കുക, അപ്പോൾ അവർ സംശയം അവർ തിരിച്ചു ചോദിക്കും, അപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. കൂടാതെ ആളുകൾക്ക് ഇറിറ്റേഷൻ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണാൻ പറ്റും. അത് നമ്മളതിനെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്, അല്ലാണ്ട് അവർ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ടോ. രോഗം ഉണ്ടാകുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടുള്ളൊരു ഡിഫോമിറ്റി, ഇപ്പൊ നമ്മളെ ഡിഫോമിറ്റി അങ്ങനെയല്ല കാണുന്നത് നമുക്ക് എല്ലാവർക്കും, അല്ലെ? ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ, അല്ലെ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ. നമ്മൾ അതിനൊരു വൈകല്യമായിട്ട് അല്ലെങ്കിൽ ശേഷിക്കുറവായിട്ട് കാണുന്നില്ല. ഭിന്നമായ ശേഷിയുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അവരെ പരിഹസിക്കുന്ന സിനിമകൾ ഒരു നല്ല കാര്യമല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫിസിയോളജിക്കൽ ബാരിയർ. ഓക്കെ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന തടസ്സം. ഉദാഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചെവി കേൾക്കാത്ത ഒരാൾ അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ഒരാൾ അനുഭവിക്കുന്ന ആശയവിനിമയ തടസ്സങ്ങൾ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് മേ റിസൾട്ട് ഫ്രം ദ റിസീവേഴ്സ് ഫിസിക്കൽ സ്റ്റേറ്റ്. ശാരീരികമായിട്ടുള്ള അവസ്ഥ മോശം അനുസരിച്ച് ആളുകളുടെ ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഹിയറിംഗ് ഇംപയർഡ് പേഴ്സൺ മേ നോട്ട് ബി ഏബിൾ ടു grasp the spoken conversation when there is a significant background noise. വലിയ ബഹളം നടക്കുകയാണ്, ആളുകൾക്ക് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ട്രെയിൻ പോകുന്നു, നമുക്ക് തന്നെ അറിയാം, അല്ലെ? ചില സിനിമകളിലൊക്കെ ഉള്ള ക്ലൈമാക്സ് സീൻ ഒക്കെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ്. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, ഈ ഒരു ലാസ്റ്റ് സീൻ ഫോൺ ചെയ്യണം. ഫോൺ ചെയ്യുന്ന സമയത്ത് ടെലിഫോൺ ബൂത്തിൽ നിന്ന് സംസാരിക്കുന്നു, ആ സമയത്ത് അതിലൂടെ ട്രെയിൻ കടന്നു പോകും.
അപ്പോൾ ഈ പറയുന്ന സന്ദേശം എന്താണെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ സിനിമകളിലൊക്കെ കാണാം. അപ്പോൾ അത് ഇതാണ് ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്ന് പറയുന്ന സാധനം എന്തിന് കാരണമായി അവിടെ ഇതിന് ഫിസിക്കൽ ബാരിയർ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ അത് ഏതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിൽ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ? ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന തടസ്സങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പോലെയുള്ള സംഗതികൾ നമ്മൾ പിന്നീട് വേറെ തൊട്ടടുത്തതിലേക്കാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അവിടെ അത് പക്ഷെ ഇവിടെ ഈ ചെവി കേൾക്കാത്ത ആൾക്കാർ അവർ ചിലപ്പോൾ ചെറുതായിട്ട് കേൾക്കാം. അപ്പൊ അവരെ തടസ്സപ്പെടുത്തുന്നത് അവിടെ ഒച്ചയുള്ളത് കൊണ്ടാണെന്നുള്ള അർത്ഥത്തിലൂടെയാണ് ഇവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അല്ലെങ്കിൽ നോയ്സ് എന്നുള്ളത് ഒരു ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. പക്ഷെ അത് ഫിസിയോളജിക്കൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ വരില്ല. ഓക്കെ, അപ്പോൾ അവർ ആശയവിനിമയത്തിന് ഒരു സംശയം നമുക്ക് ഉണ്ടാവരുത്. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണ്? ഫിസിക്കൽ ബാരിയേഴ്സ്. ഓക്കെ, ഫിസിക്കൽ ബാരിയേഴ്സ് ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ. നിങ്ങൾ ആ ചിത്രങ്ങൾ, ഒരു ചിത്രം പറയാം, അവിടെ ആ ചിത്രത്തിൽ മമ്മൂട്ടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അത് എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് ഇത് ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അത് ഏത് സിനിമയിൽ നിന്നാണെന്നൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. ഓക്കെ, അത് എന്തായാലും ഓക്കെ, നമുക്കത് നോക്കാം. ആ സിനിമ അത് മമ്മൂട്ടിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമയാണ്, മതിലുകൾ എന്നുള്ള സിനിമയാണ്. മതിലുകൾ, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുള്ള മതിലുകൾ എന്നുള്ള സിനിമയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഐക്കോണിക് ആയിട്ടുള്ള നോവലാണ് മതിലുകൾ. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്നുള്ള വ്യക്തമല്ല. എന്തായാലും സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം ജയിലിലാവുകയും ജയിലിനകത്ത് അത് അതിന്റെ കഥ ഇപ്പൊ പറയുന്നില്ല, എന്തായാലും അത് ആലോചിച്ച് നോക്കാം. അത് ഒരു ജയിലിന്റെ മതിലാണ് കാണുന്നത്. ഇപ്പുറത്ത് പുരുഷന്മാരുടെ ജയിലും അപ്പുറത്ത് സ്ത്രീകളുടെ ജയിലുമാണ്. ഓക്കെ, അപ്പോൾ അപ്പുറത്തുള്ള ഒരു തടവുകാരി നാരായണിയുമായിട്ട് സംസാരിക്കുകയും എന്നൊരു സംഗതിയാണത്. ഓക്കെ, എന്തായാലും അത് ആലോചിച്ച് നോക്കാം. മുകളിൽ കാണുന്ന ഒരു ഫുട്ബോൾ ഫീൽഡ് ആണ്. അവിടെ ഒരു നിങ്ങൾ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയിട്ടുണ്ട്, ഫുട്ബോളോ ക്രിക്കറ്റോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ആരവം നമ്മൾ ടി വി കാണുന്നത് അല്ലെ. പ്രത്യേകിച്ച് യൂറോപ്യൻ പ്രീമിയർ ലീഗ്, നിങ്ങൾ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ കാണുന്ന സമയത്ത് ആ സ്റ്റേഡിയത്തിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം. അല്ലെങ്കിൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അറിയാം. അത് താഴെ ഒരു അതിന്റെ നടുക്കുള്ള ചിത്രം കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രകടനം നടക്കുകയാണ്. അപ്പൊ അവിടുത്തെ അവസ്ഥ നമുക്കറിയാം, ആ ബഹളത്തിന്റെ ഒരു അവസ്ഥ. വേറെ ചിത്രം ഇതാണ്, ഒരു സമുദ്രമാണ്. അപ്പൊ അത് എന്തായാലും സൂചിപ്പിക്കുന്നത്, നമ്മൾ സമുദ്രത്തിന്റെ കരയിൽ നിന്നിട്ട് സംസാരിച്ചു നോക്കൂ. കടലിലുള്ള ഒരാൾ ദൂരെ, അതിന്റെ അപ്പുറത്തുള്ള ഒരാൾ, നമ്മള് കേരളത്തിന്റെ അറബിക്കടലിന്റെ അപ്പുറത്ത് നിന്നിട്ട് ലക്ഷദ്വീപിലുള്ള ഒരാളോട് പറഞ്ഞു നോക്കി അവിടെ എത്തുമോ? ഇല്ല. അപ്പൊ അതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. അപ്പൊ അതെന്തൊക്കെയാന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിത്രം അവിടെ ഇരുന്നോ, നമുക്ക് അടുത്തതിലേക്ക് പോയിട്ട് നമുക്ക് അതെന്താ നോക്കാം. ഫിസിക്കൽ ബാരിയേഴ്സ് മലയാളത്തിൽ എന്താ പറയുക, ഭൗതിക തടസ്സങ്ങൾ എന്നാണ് പറയാ. മലയാളത്തിൽ ഭൗതിക തടസ്സങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അതെന്താ നമുക്ക് നോക്കാം. An example of physical barrier is a barrier to communication is the geographic distance between the sender and receiver. പ്രേക്ഷകനും ഗ്രാഹകനും, അതാണ് റിസീവറും പ്രേക്ഷകനും ഗ്രാഹകനും. റിസീവർ ആൻഡ് എന്താ പറയുക, സെൻഡറിനെയാണ് നമ്മൾ പ്രേക്ഷകനെന്നും സ്വീകർത്താവ് അല്ലെങ്കിൽ ഗ്രാഹകൻ എന്ന് പറയുന്ന റിസീവറിനുമാണ്. ഓക്കെ, അവർ തമ്മിലുള്ള ദൂരം, അകലം എന്ന് പറയുന്നത് എപ്പോഴും കമ്മ്യൂണിക്കേഷന് പ്രശ്നമായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ് ഡിസ്റ്റൻസ്, അകലം, നോയ്സ്, ശബ്ദം, വാൾസ്, ഭിത്തിയൊക്കെ ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. നോക്കൂ, ഇവിടെ സമുദ്രത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അകലമാണ് പ്രശ്നം. മമ്മൂട്ടി അപ്പുറത്ത് നാരായണി എന്ന് പറയുന്ന സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിൽക്കുന്നത് വലിയൊരു മതിലാണ്. ഓക്കെ, ആ സിനിമയിൽ ഇങ്ങനെ ഒരു വടി മുകളിലേക്ക് എറിഞ്ഞിട്ട് ആ വടി മുകളിൽ കാണുമ്പോഴാണ് അപ്പുറത്ത് ആളുകൾ സംസാരിക്കുക. സിനിമകൾ കാണാൻ ശ്രമിക്കുന്നു. മറ്റിടത്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ് പ്രശ്നം. സ്റ്റേഡിയത്തിലായാലും പ്രകടനങ്ങൾ നടക്കുന്നിടത്തായാലും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആണ് പ്രശ്നം. ഇതൊക്കെ ഫിസിക്കൽ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫിസിക്കൽ ബാരിയേഴ്സിന് ഉദാഹരണമാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഈസി ആയിരിക്കുന്നത്, എളുപ്പത്തിലായിരിക്കുന്നത് നമ്മൾ അടുത്തിരിക്കുന്ന ഷോർട്ടർ ഡിസ്റ്റൻസിൽ, ഇപ്പോൾ അടുത്തടുത്ത് ഒരു കസേരയിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റൂമിലിരിക്കുന്നു, അത്ര സമയങ്ങളിലൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അതിനെ മറികടന്നിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളോടോ അല്ലെങ്കിൽ ചന്ദ്രനിലിരിക്കുന്ന ഒരാൾ പോയി അവിടത്തേക്ക് സംസാരിക്കലോ പോലും നമുക്ക് പ്രയാസമല്ല. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് മറികടന്നിട്ടുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സിനെ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് മറികടന്നിരിക്കുന്നു? ശാസ്ത്രം മറികടന്നിരിക്കുന്നു. ഓക്കെ, or generally speaking, communication is generally easier over shorter distances. Examples of physical barriers to communication are, അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഒന്ന് ഡിസ്റ്റൻസ്,
നോയ്സ് എന്ന് പറഞ്ഞാൽ ബഹളം നിർത്താം. ഓക്കെ, വോൾ എന്നൊക്കെ നമുക്കറിയാം, ഒരു ഭിത്തിയുടെ അപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ല, കേൾക്കാൻ എളുപ്പമല്ല, അത്ര കാണാനും പറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ അതിനകത്തുണ്ട്. അതൊക്കെ ഏതൊരു ഉദാഹരണമാണ്? ഭൗതികമായിട്ടുള്ള തടസ്സങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് ഒരു തരം തടസ്സം കൂടിയുണ്ട്, ആറ്റിറ്റ്യൂഡൽ ബാരിയേഴ്സ് എന്ന് പറയും. ഓക്കെ, മനോഭാവാത്മക തടസ്സങ്ങൾ എന്നാണ് അതിന് മലയാളത്തിൽ പറയാം, മനോഭാവാത്മക തടസ്സങ്ങൾ. അപ്പോൾ മനോഭാവാത്മക തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മുടെ ടെക്സ്റ്റിലുള്ള കൂടെ നോക്കണം. 78 ആറ്റിറ്റ്യൂഡൽ ബാരിയേഴ്സ് ആർ behaviors or perceptions that may prevent people from communicating effectively. Attitudinal barriers to communication may result from personality conflicts, personal bias, poor management, resistance to change, or lack of motivation. Receiver should attempt to overcome these attitudinal barriers to facilitate effective communication. അപ്പോൾ എന്താണ് എൻ്റെ മലയാളം? മനോഭാവാത്മക തടസ്സങ്ങൾ എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, മനോഭാവാത്മക തടസ്സങ്ങൾ ഫലപ്രദമായ ആശയവിനിമയം നടത്തുന്നതിൽ നിന്ന് ആളുകളെ തടയുന്ന പെരുമാറ്റങ്ങളോ ധാരണകളോ ആണ് മനോഭാവാത്മക തടസ്സങ്ങൾ. വ്യക്തിഗത സംഘർഷങ്ങൾ, വ്യക്തിപരമായ പക്ഷാഭേദം, തൃപ്തികരമല്ലാത്ത കാര്യനിർവഹണം, മാറ്റങ്ങളോടുള്ള എതിർപ്പ്, പ്രചോദനരാഹിത്യം എന്നിവയെല്ലാം ആശയവിനിമയത്തിന് വിഘാതം ഉണ്ടാക്കുന്ന മനോഭാവാത്മക തടസ്സങ്ങളാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക്. എന്തൊക്കെയാണ് ആറ്റിറ്റ്യൂഡൽ ബാരിയേഴ്സിന് ഉദാഹരണം? ഓക്കെ, അപ്പൊ നമ്മുടെ പെരുമാറ്റ രീതികളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പെർസെപ്ഷൻസ് ആണ്. അതെന്തുകൊണ്ടാണ് മര്യാദയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളുമായിട്ട് സംസാരിക്കാൻ നമ്മളെ പലപ്പോഴും തടസ്സപ്പെടുത്തും. പേഴ്സണാലിറ്റി കോൺഫ്ലിക്ട്സ്, ആ വ്യക്തിത്വങ്ങൾ നമ്മൾ സംഘർഷം. ഒരാൾ ഭയങ്കര ഇൻട്രോവേർട്ടായ ഒരാളും ചില ആൾക്കാർ ഭയങ്കര ഫ്രീ ആൻഡ് ഓപ്പൺ മൈൻഡ്, അപ്പൊ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ പേഴ്സണൽ ബയസ്, ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് ചില ടൈപ്പ് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ ആറ്റിറ്റ്യൂഡുകളാണ്. പിന്നെന്താ പറയുക, എന്ത് പറഞ്ഞാലും ഒരു മോട്ടിവേഷൻ ഇല്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തിന് കാരണമാകാം? ആശയവിനിമയ തടസ്സങ്ങൾക്ക് കാരണമാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സംഗതികളാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. നമ്മൾ പഠിച്ചത് എന്താണ്? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗമാണ്. ഏതൊക്കെയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ലാംഗ്വേജ് ബാരിയേഴ്സ്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ഫിസിക്കൽ ബാരിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡൽ ബാരിയേഴ്സ്. ഒന്ന് ലാംഗ്വേജ് ബാരിയർ ആണിത്. ലാംഗ്വേജ് ബാരിയറിന് നമ്മൾ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഭാഷാപരമായിട്ടുള്ള ശേഷിയും ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് സാങ്കേതികമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അബ്രിവിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, നമ്മുടെ മാനസികാവസ്ഥ, നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ, സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആശയവിനിമയ രീതിയെ ബാധിക്കും. ഇനി ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ശാരീരികമായിട്ടുള്ള നമുക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻസ്, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരാൾ, അല്ലെങ്കിൽ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് ദൂരം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അല്ലെങ്കിൽ ഭിത്തികൾ, അങ്ങനെയുള്ള സംഗതികൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ ഈസി ആയിട്ട് ആശയവിനിമയം നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഭാവങ്ങൾ കൊണ്ട്, നമ്മുടെ പേഴ്സണൽ ബയസ് കൊണ്ട്, നമ്മുടെ അനിഷ്ടങ്ങൾ കൊണ്ട്, ഈ ലൈക്സും ഡിസ്ലൈക്സും കൊണ്ട്, പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് കൊണ്ട് കണക്ക് നമ്മൾ ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ മൊത്തത്തിൽ എന്തെന്ന് പറയുന്നത്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്രയും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അടുത്ത ഭാഗത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല, അടുത്ത എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ചോദിക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, പരീക്ഷ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക.